ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ഭീമൻ ചേന വിളയിച്ചിരിക്കുകയാണ് അടിമാലി കൂമ്പൻപാറ സ്വദേശിയും കർഷകനുമായ അമ്പലത്തിങ്കൽ സുരേന്ദ്രൻ. ഇത്തവണ സുരേന്ദ്രൻ വിളയിച്ച ചേനയ്ക്ക് 100 കിലോയ്ക്കടുത്ത് തൂക്കമുണ്ട്. മുമ്പ് സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിളപ്രദർശന മത്സരരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. തികച്ചും ജൈവ രീതിയിലാണ് സുരേന്ദ്രന്റെ കൃഷി. 4 നൂറ്റാണ്ടോളമായി കാർഷിക വൃത്തിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ് അടിമാലി കൂമ്പൻപാറ സ്വദേശി സുരേന്ദ്രൻ. തന്റെ കൃഷിയിടത്തിൽ ഭീമൻ ചേനയും കപ്പയും കാച്ചിലുമൊക്കെ വിളയിച്ചെടുക്കുകയെന്നത് സുരേന്ദ്രൻ കാലങ്ങളായി തുടർന്നു പോരുന്ന കൃഷിരീതിയാണ്. ഇത്തവണയും സുരേന്ദ്രൻ പതിവ് തെറ്റിച്ചില്ല. വിളവെടുത്ത ഭീമൻ ചേനയ്ക്ക് 100 കിലോയ്ക്കടുത്ത് തൂക്കം വരുമെന്ന് സുരേന്ദ്രൻ പറയുന്നു. ഇത് തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു ചേനയാണിത്. എല്ലാ കൂട്ടം കൃഷിയുണ്ട്. കപ്പയുണ്ടായിരുന്നു, ഇഞ്ചി, മഞ്ഞൾ, പിന്നെ കാച്ചിൽ, ഇതെല്ലാം ഏറ്റവും വലിപ്പം കൂടിയ സൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷി ചെയ്ത് മേളയിൽ വയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയാണ്. നേരത്തെ ഉപയോഗിക്കുന്നതിന് വേറെ യാതൊരു കുഴപ്പമുള്ള ചേനയല്ല. അത് സാധാ ചേനയാണ്. മറ്റേ ഈ ഗജേന്ദ്രൻ ചേന എന്നൊന്നും പറഞ്ഞാൽ അല്ലാതെ സാധനം ഇവിടുത്തെ നാടൻ ചേന തന്നെയാണത്. മുമ്പ് സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിള പ്രദർശന മത്സര രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. 24 വർഷം മുമ്പാണ് ആദ്യമായി സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിള പ്രദർശന മത്സരത്തിനായി ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായുള്ള ശ്രമം ആരംഭിച്ചത്. പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും ഭീമൻ കപ്പയും ചേനയും കാച്ചിലുമൊക്കെ വിളയിക്കുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ച് സാധാരണ കാര്യമായി. 102 കിലോ തൂക്കം വരുന്ന ചേന, 110 കിലോ തൂക്കം വരുന്ന കാച്ചിൽ, 220 കിലോ തൂക്കം വരുന്ന കപ്പ, 34 കിലോ തൂക്കം വരുന്ന ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെ കഴിഞ്ഞ കാലത്ത് സുരേന്ദ്രൻ തന്റെ കൃഷിയിടത്തിൽ വിളയിച്ചിട്ടുണ്ട്. തികച്ചും ജൈവ രീതിയിലാണ് സുരേന്ദ്രൻ തന്റെ കൃഷി തുടർന്നു പോരുന്നത്.